ഹേ എവരി വൺ, വെൽക്കം ബാക്ക് ടു അണ്ടർ വ്ലോഗ്. ഇന്നിവിടെ വീക്കെൻഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോനെയും കൊണ്ട് എവിടെ പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പട്ഷാക്ക്, ഇതൊരു മിനി ഗോൾഫ് സെൻ്ററാണ് കേട്ടോ, അത് മനസ്സിൽ വന്നത്. മോന് മിനി ഗോൾഫ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഇതിനു മുന്നേ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഭയങ്കര എൻജോയ് ചെയ്ത് കളിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ദിസ് ടൈം ഇപ്പോഴും അവനെയും കൊണ്ട് ഇവിടെ വരായിരുന്നു. അവനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങോട്ട് വരാൻ. ഞങ്ങൾ അറൗണ്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ. വന്നപ്പം അധികം റഷൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ലൊക്കേഷനിലൊക്കെ ഈവനിങ് ആണ് കേട്ടോ കൂടുതലും റഷ് വരുന്നത്. അല്ലാതെ ഉച്ചയ്ക്കൊക്കെ അത്ര റഷ് ഉണ്ടാവാത്തില്ല. അവിടെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അകത്ത് കയറാൻ പറ്റും കേട്ടോ. അകത്തധികം തിരക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റിയ കേട്ടോ. കയറുമ്പോൾ തന്നെ അവർ ഒരു പുട്ടർ എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യുന്ന സ്റ്റിക്കാണ് കേട്ടോ. ബോൾ ഹിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിക്കും പിന്നെ ഒരു മിനി ഗോൾഫ് ബോളും ഓരോരുത്തർക്ക് തരും. അതിനുശേഷം ഞങ്ങൾ അവിടെ നമ്പർ ഇട്ടിട്ടുണ്ട് ഓരോ മിനി ഗോൾഫ് ഏരിയൻ്റെ അവിടെ. അപ്പോൾ ആ നമ്പർ അനുസരിച്ച് വേണം ഫോളോ ചെയ്യാൻ. ഫസ്റ്റ് നമ്പറിൽ ഞങ്ങൾ വന്ന് കളിച്ചു. സത്യം പറഞ്ഞാൽ സെൻട്രൽ വീഴാൻ പാടില്ല കേട്ടോ. സെൻട്രൽ സർക്കിളിൽ വീഴുവാണെങ്കിൽ നെഗറ്റീവ് ആയിരുന്നു. എനിക്കത് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് പോയിൻറ്റ്സാണ് കിട്ടിയത്. തിരക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കളിക്കാൻ പറ്റും. ഞങ്ങൾ ഒരു 30 മിനിറ്റ്സിൻ്റെ അകത്ത് തന്നെ കവർ ചെയ്യാൻ പറ്റി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു ഗ്രൂപ്പ് കളിച്ച് തീരുന്നത് വരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടേ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ ഏരിയയിൽ പോകുമ്പോൾ അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് കളിക്കാൻ പറ്റി. ഇത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മിനി എൻ്റർടൈൻമെൻറ്റാണ് കേട്ടോ മിനി ഗോൾഫ്. പിന്നെ ഇത് ഇൻഡോറും കൂടെ ആയതുകൊണ്ട് അധികം ചൂടൊന്നും ഉണ്ടാകത്തില്ല. നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാം. പുറത്താണെങ്കിലാണല്ലോ ഇല്ല, മിനി ഗോൾഫ് ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട് കേട്ടോ. ഞങ്ങളെടുത്തത് ഇൻഡോറാണ്. കാരണം നല്ല ചൂടായിരുന്നു. പിന്നെ ഈ ചൂടത്ത് പുറത്തു പോയി കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇൻഡോർ മിനി ഗോൾഫാണ് എടുത്തത്. അറൗണ്ട് ഇപ്പം ഒരു $15 എനിക്ക് തോന്നുന്നു, $50 to $20 പെർ പേഴ്സൺ. ഇപ്പം അത്രയും ഞങ്ങളിപ്പോൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറൗണ്ട് ഈച്ച് പേഴ്സൺ ഒരു 9 മിനി ഗോൾഫ് ഏരിയാസ് ഉണ്ട്. അത്രയും ഞങ്ങൾക്ക് കളിക്കാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ. അധികം പാടൊന്നുമില്ല കേട്ടോ. പിള്ളേർക്കും കൂടി കൺവീനിയൻ്റ് ആയുള്ള രീതിയിലാണ് അവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് അവർക്കധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു മിനി ഗോൾഫ് ഏരിയ ഒന്നും അല്ല കേട്ടോ. മോൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കളിച്ചത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കളിച്ച് പോവുകയായിരുന്നു കേട്ടോ. തുടക്കത്തിലൊക്കെ കാർത്തിക്കിനായിരുന്നു കൂടുതലും പോയിൻറ്റ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ മോനും അത്യാവശ്യത്തിന് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ടുവേഴ്സ് ദി എൻഡ് ഒരു ടോട്ടലിന് 9 ഗെയിംസ് കളിക്കാൻ പറ്റും. 8ാമതൊക്കെ ആയപ്പോൾ ഞാൻ കൂടുതൽ പോയിൻറ്റ്സ് സ്കോർ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇതായിരുന്നു കേട്ടോ ലാസ്റ്റ് ഗെയിം. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾ ഹിറ്റ് ചെയ്യുന്ന ബോൾ ഇങ്ങനെ 40-50 നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 40-ൽ ബോൾ പോയി വീഴുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 40 പോയിൻറ്റ്സ്. 50-ൽ പോയി വീഴുകയാണെങ്കിൽ 50 പോയിൻറ്റ്സ് കിട്ടും. അങ്ങനെയാണ്. ഞാൻ ഓൾറെഡി കളിച്ചായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തില്ല. എനിക്ക് 50 പോയിൻറ്റ്സ് കിട്ടിയായിരുന്നു. പക്ഷെ കാർത്തിക് ഹിറ്റ് ചെയ്തപ്പോൾ കാർത്തിക്കിന് 40 കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഫൈനലി ഞാനായിരുന്നു ഈ മിനി ഗോൾഫിൽ ഏറ്റവും കൂടുതലും മാർക്ക് സ്കോർ ചെയ്ത് കേട്ടോ. 337 പോയിൻറ്റ്സ് എനിക്ക് കിട്ടിയായിരുന്നു. ഇപ്പോൾ വിന്നറിനെ കാണിക്കുന്നു. വൈകിയോളൂ.
കണ്ടോ ആര്യ, ഞാനായിരുന്നു വിന്നർ. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഈ ഗെയിം കളിക്കാൻ. ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ കുറച്ച് ആളുകൾ കൂടുതൽ വന്നായിരുന്നു. ഒരു 3 to 4 ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ കളിക്കാനായിട്ട്. മോൻ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ, ബിക്കോസ് അവൻ അത്രത്തോളം സ്കോർ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഓക്കെ ആയി. Let's go. Are you sad? No, Siddhagoda, here there is no food. We have to go out and eat. ഈ പട്ഷാക്ക് എന്ന് പറയുന്ന മിനി ഗോൾഫ് ഏരിയ ഇരിക്കുന്നത് ഒരു വലിയൊരു ഓപ്പൺ മോളിലാണ് കേട്ടോ. ഇത് ഓക്ക് ബ്രൂക്ക് എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഒരു വലിയ ഓപ്പൺ മോളാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡഡ് ഷോറൂംസും എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നാട്ടിലുള്ള ഫ്ലവേഴ്സ് അല്ലേ? ഇതൊക്കെ ആണ്, ഇതൊക്കെ നാട്ടിൽ വെറുതെ കിട്ടുന്ന ചെടികളാണ്. അറിയൂല. എന്തോ ഒരു ചെറിയ ഓർമ്മയുണ്ട്, ചെറിയൊരു ഓർമ്മ. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും ഉണ്ട് അല്ലേ. ഞങ്ങൾ പട്ഷാക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അറൗണ്ട് ഒരു 1:30 PM ഒക്കെ ആയി. അപ്പോൾ വിചാരിച്ചു ഇനി എവിടെയെന്നെങ്കിലും ഈ ഔട്ട്ലെറ്റ് മോളിൻ്റെ അകത്തു നിന്ന് തന്നെ ഫുഡ് എവിടെയെന്നെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. ഇതിപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ട് നോക്കി നടക്കുവാണ് കേട്ടോ. ഫുഡ് കോർട്ട് എവിടെയെന്ന് ഒരു ഐഡിയ ഇല്ലാതെ അന്വേഷിച്ച് നടക്കുവാണ്. ഫുഡ് കോർട്ട് എവിടെയാണെന്ന് കണ്ടെത്താൻ കുറച്ച് പാടുപെട്ടു. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി ആദ്യം മാപ്പാണ് കേട്ടോ, മാപ്പിലാണ് ആദ്യം നോക്കിയത് എവിടെയാണ് ഫുഡ് കോർട്ട് എന്ന്. ഫുഡ് കോർട്ട് നോക്കിയപ്പോഴാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫുഡ് കോർട്ട്. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിന്നെ അറൗണ്ട് ഒരു 20 minutes, ഒരു 15 to 15 minutes എങ്കിലും നടന്നു കേട്ടോ ഫുഡ് കോർട്ട് വരെ പോകാൻ. What is this? ഫൈനലി ഞങ്ങൾ നടന്ന് ഫുഡ് കോർട്ട് എത്തി കേട്ടോ. മോള് വലുതാണെങ്കിലും ഫുഡ് കോർട്ട് ഭയങ്കര ചെറുതാണ് കേട്ടോ. കുറച്ച് റെസ്റ്റോറൻറ്റ്സും ഫുഡ് ഔട്ട്ലെറ്റ്സ് മാത്രമേ ഇവിടെയുള്ളൂ. ഞങ്ങൾ എടുത്തത് ഒരു ചൈനീസ് ഫുഡ് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് മേടിച്ചത്. ഫ്രൈഡ് റൈസും നൂഡിൽസും മിക്സ് ചെയ്ത് പിന്നെ 2 ഓൺട്രേ അങ്ങനെയാണ് കേട്ടോ എടുത്തത്. മോന് വേണ്ടി അവന് ബർഗർ മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഈ ചൈനീസ് ഫുഡ് ഔട്ട്ലെറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ബർഗർ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബർഗർ മേടിച്ചു. ഇതാണ് കേട്ടോ ഞങ്ങൾ മേടിച്ച ഫ്രൈഡ് റൈസും നൂഡിലും പിന്നെ ഒരു ഓറഞ്ച് ചിക്കനും പിന്നെ ഒരു പെപ്പർ ചിക്കൻ. ഇതെത്രയാണോ എടുത്തത്. സത്യം പറയാലോ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഞങ്ങൾ ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ വിചാരിച്ചെടുത്തത് വായി വയ്ക്കാൻ കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കഴിച്ചു. മോനും കുറച്ച് കഴിച്ചായിരുന്നു അതിൽ നിന്ന് എടുത്ത്. ഓറഞ്ച് നേരം ഉണ്ടാക്കാറേ ഉള്ളൂ. ഓ അന്ന് നമ്മൾ ഇവിടുന്ന് നമ്മളെന്തോ ഒരു ഡ്രിങ്ക് മേടിച്ചിരുന്നല്ലോ, പുറത്ത് ഇതായിരുന്നു. ഏതോ ഒരു ബോബ. ഇതാണ് കേട്ടോ ഞങ്ങൾ മോന് മേടിച്ച ബർഗർ. അവന് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ ഏത് ബർഗർ കൊടുത്താലും അവൻ കഴിക്കും. അവൻ ഭയങ്കര ബർഗർ ഫാനാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു സ്മൂത്തി, ഒരു ബോബ മേടിക്കാനായിട്ട് അടുത്ത വേറൊരു ഫുഡ് ഔട്ട്ലെറ്റിൽ കയറി കേട്ടോ. ഞങ്ങൾ ഇതിന് മുന്നേ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും ഓർഡർ ചെയ്തത്. ഇവിടെ നിന്ന് ഞങ്ങൾ എന്താ എടുത്തതെന്ന് വെച്ചാൽ ടാരോ ബോബ അങ്ങനെ എന്തോ ഒരു ഐറ്റം കേട്ടോ. സ്മൂത്തിയാണ് മേടിച്ചത്. ഇതാണ് കേട്ടോ മേടിച്ച ഐറ്റം. സത്യം പറയാലോ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. വെള്ളം പോലെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് ആണെങ്കിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് 25%
ഷുഗർ അങ്ങനെ എന്തോണ് ഇട്ടുന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ടേസ്റ്റേ ഉണ്ടായിരുന്നില്ല. 100% ഷുഗർ ഇടണമായിരുന്നു. എത്രയായാലും ഫ്ലോപ്പായി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ്. ബൈ.